അസ്സലാമു അലൈക്കും. എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ തിരിച്ചു കൊണ്ടുവരാൻ ഇക്ക എന്നാണാവോ വരിക? അറിയില്ലല്ലോ. കൊണ്ടുവരണ്ട റബ്ബേ എന്നെ ഈ വീട്ടിലേക്ക്. ഞാൻ ഇക്കയെ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങോട്ടില്ലാതെ ഞാൻ എത്ര കാലമാണ് ഇങ്ങനെ ഒരു ആണിൻ്റെ സ്നേഹം കിട്ടാതെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുക. അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണ കാര്യങ്ങളായാലും തുണി അലക്കുന്ന കാര്യങ്ങളായാലും എന്തെങ്കിലും അസുഖം വന്നാൽ അതുപോലും ഞാൻ എല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് എന്നോട് ഒരു തരത്തിലുമുള്ള സ്നേഹം തോന്നുന്നില്ല. എൻ്റെ നിസ്കാര കാര്യങ്ങളായാൽ പോലും ഞാനെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കാണാതെ എല്ലാം മറച്ചു വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇബാദത്തുകൾ ചെയ്തു പോകുന്നത്. ഇങ്ങനെയൊക്കെ സഹകരിച്ച് ജീവിച്ചിട്ടും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും എൻ്റെ ഇക്ക ശ്രമിക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ മുസന എണീറ്റു. പതിവ് പോലെ എല്ലാ ഇബാദത്ത് കർമ്മങ്ങളും കഴിച്ച് രാവിലെ തന്നെ അടുക്കളയിലേക്ക് അവൾ കയറി. ചായ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മൂസിന. പെട്ടെന്നതാ ഉമ്മ വന്നു. മോളെ മൂസി, എന്താ നിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? നീ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ മോളെ? ആ ഉറങ്ങി ഉമ്മ, ഞാൻ നല്ലോണം ഉറങ്ങിയല്ലോ. അസ്തഗ്ഫിറുല്ലാ. ഉമ്മയോട് നുണ പറയാനല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എത്ര കാലമാണ് ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ് ഇവിടെ ജീവിക്കുക? അസ്തഗ്ഫിറുല്ലാ. ഉമ്മയോട് നുണ പറയാനല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എത്ര കാലമാണ് ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ് ഇവിടെ ജീവിക്കുക? സത്യം പറഞ്ഞാൽ ഉമ്മക്കത് ഭയങ്കര വിഷമം ആവും. ഉമ്മ, എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ? മോളെ, നീ പോവുകയാണോ? ഇനി പോയാൽ തന്നെ എന്നാ നീ തിരിച്ചു വരിക? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം ഉമ്മ, അതല്ലേ നല്ലത്. ഇന്നലെ അനസ്ക പറഞ്ഞതൊന്നും ഉമ്മയോട് അവൾ പറഞ്ഞില്ല. പോണ്ട എന്ന് പറയാനും ഉമ്മക്ക് വയ്യ. കാരണം നിന്നെ പ്രതീക്ഷിച്ച് അവിടെയും ഒരു ഉമ്മയും ഉപ്പയും നിൻ്റെ സഹോദരങ്ങളൊക്കെ കാത്തിരിക്കുന്നില്ലേ. പക്ഷെ നീ ഇല്ലാതെ ഇവിടെ എനിക്കും പറ്റില്ല മോളെ. ഉമ്മ, എന്ത് ചെയ്യാനാണുമ്മ? അനസ്ക എന്നോട് പോവാനാണ് ഇവിടുന്ന് ഇന്നലെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടിപ്പോയി. അനസിന് ശരിക്കും ഇവിടുന്ന് മൂസിനയെ പറഞ്ഞയക്കാനാണ് ഭയങ്കര ആഗ്രഹം. മനസ്സിൽ വല്ലാതെ വേദനയോടെ ഉമ്മ ആലോചിച്ചു. ഉമ്മ, നിങ്ങൾ എന്തിനാണ് ഉമ്മ വിഷമിക്കുന്നത്? ഉമ്മ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരൂലേ. സത്യമാണ് ഉമ്മ ഞാൻ പറയുന്നത്. ഉമ്മ ഒരു പണിയും എടുക്കണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് എല്ലാ പണിയും എടുത്തോളാം. അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. ഉമ്മക്ക് വേണ്ട ഭക്ഷണങ്ങൾ മാത്രം ഉമ്മ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഞാൻ എൻ്റെ ഉപ്പയെ വിളിക്കട്ടെ ഉമ്മ? ഉമ്മ പറയൂ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. സമ്മതിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ മോളെ. ഹലോ ഉപ്പ. ഉപ്പ എന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് വിളിക്കാൻ വരുമോ? ഉപ്പക്ക് പണിക്ക് പോകാനുണ്ടോ? ആ, ഞാൻ ഇറങ്ങീന് മോളെ പണിക്ക് പോവാൻ. അല്ല, നീ നിൽക്കാൻ വരികയാണോ? അതെ ഉപ്പ, ഞാൻ 2 ദിവസം നിൽക്കാൻ വേണ്ടി വരികയാണ്. 2 ദിവസത്തിനാണോ നീ വരുന്നത്? ആ ഉപ്പ, അങ്ങനെയൊക്കെയല്ലേ കഴിയുള്ളൂ ഇനി. അല്ല, ഉമ്മയും ഭർത്താവൊക്കെ സമ്മതിച്ചോ നീ ഇങ്ങോട്ട് നിൽക്കാൻ വരുന്നതില്ല? ആ, അവരൊക്കെ സമ്മതിച്ചു ഉപ്പ. എന്നാൽ നീ റെഡിയായി നിന്ന മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിക്കാൻ വരാം. ആ ശരി ഉപ്പ. അങ്ങനെ മൂസിന ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അപ്പോഴും അനസ് എണീറ്റിട്ടില്ലായിരുന്നു. അവൾ 2 ദിവസത്തിനല്ലേ എന്ന് കരുതി അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നില്ല. പെട്ടെന്നതാ അനസ് പെട്ടെന്ന് എണീറ്റു. ആ പിന്നെ പോവന്നല്ലേ? ആ ഇക്ക, ഞാൻ 2 ദിവസത്തിന് പോവാണ്. 2 ദിവസത്തിനോ? അതെന്താ? അല്ല, നീ എന്താ ഇത്ര കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത്? 2 ദിവസത്തിനല്ലേ പോകുന്നത്? അപ്പോൾ പിന്നെ എല്ലാ ഡ്രസ്സും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. 2 ദിവസത്തിനായാലും നീ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയിക്കോ. ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്? ഇക്ക എന്താ എന്നോട് എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നത്? ഇനി തിരിച്ചു കൊണ്ടുവരില്ല എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണോ അല്ല? മൂസിന ഒന്നും മിണ്ടാതെ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്തെടുത്ത് വെക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അനസ് ഒന്ന് പുറത്തേക്ക് പോയി വണ്ടിയെടുത്ത്. അപ്പോൾ അത് അവിടെ അവൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് കാണുന്നു. ഹലോ സമീറേ, നീ എവിടെയായിരുന്നു? എത്ര കാലമായി നിന്നെ കണ്ടിട്ട്? ആ, ഞാനിവിടെയൊക്കെ ഉണ്ട് അനസേ. അല്ല, നിങ്ങൾ ടൂറൊക്കെ പോയി എന്ന് പറഞ്ഞിരുന്നു. ടൂറൊക്കെ പോയി വന്നോ അനസേ? ആടാ, ഞങ്ങൾ ടൂറൊക്കെ പോയി വന്നു. നീ ഇല്ലായിരുന്നല്ലോ. എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് ഫാമിലിയും കുടുംബമൊന്നും ഇല്ലല്ലോ നിങ്ങളെപ്പോലെ. ഞാൻ സിംഗിളല്ലേ. എടാ, നീ എന്താ കല്യാണം കഴിക്കാത്തത്? ഒരു കല്യാണമൊക്കെ കഴിക്ക്. കല്യാണമൊക്കെ നോക്കുന്നുണ്ടടാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല. എടാ, നിനക്ക് കിട്ടിയ പെണ്ണെന്തായാലും നീ ഭാഗ്യവാനാണെടാ. നിനക്ക് കിട്ടിയ കുട്ടി നല്ലൊരു ദീനീബോധമുള്ള ഒരു കുട്ടിയാണല്ലോ. നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ പരിചരിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും കഴിയുന്ന ഒരു പെണ്ണിനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജീവിതം കളറായി. അതല്ലാതെ എനിക്ക് പറ്റുന്നത് ഓൾക്ക് പറ്റില്ല, ഓൾക്ക് പറ്റുന്നത് എനിക്ക് പറ്റില്ല എന്ന രീതിയിലാണെങ്കിൽ പിന്നെ ജീവിതം കഴിഞ്ഞടാ. എന്ത് ഭാഗ്യം, എനിക്ക് കിട്ടിയത് വെറും ദീന്, ഓത്ത്, നിസ്കാരം ഇത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഒരു എൻജോയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധനം. അൻസ, നീ എന്താടാ പറയുന്നത്? ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടാനുണ്ടോ? ഇന്നത്തെ കാലത്ത് ഉള്ള പെൺകുട്ടികൾക്ക് എന്തൊക്കെയോ കാണിക്കണം, എന്തൊക്കെയോ പറയണം, അങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന കുട്ടികളല്ലേ. അല്ലാതെ ഇങ്ങനെ ദീനീപരമായിട്ട് നടക്കുന്ന കുട്ടികളെ നമ്മളെ നാട്ടിൽ ഇന്ന് കാണാനുണ്ടോ? അങ്ങനെയല്ല, കുറച്ചൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിന് മോഡേണൊക്കെ നടക്കാൻ ഏതൊരാൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം നീ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും നേരത്തെ ആലോചിക്കണ്ട എന്നാണ്, എന്നോട് കെട്ടണ്ട എന്നാണ് നീ പറയുന്നത്. ആ, അത് തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ കല്യാണമൊക്കെ നോക്കാൻ പോകുമല്ലേ, കുറച്ചൊക്കെ മോഡേൺ ആയിട്ടുള്ള കുട്ടികളൊക്കെ നോക്കാൻ നോക്ക്. അല്ലാതെ എൻ്റെ പോലെ ഇങ്ങനെ ഫുൾ സ്ലീവ് കുർത്തയൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് നടക്കുന്ന കുട്ടികളൊന്നും കെട്ടാൻ നിൽക്കണ്ട. എങ്ങോട്ട് പോകാനും ഒരു ഫ്രീഡം ഉണ്ടാവില്ല. നമ്മളെവിടെ പോകുന്നു എന്ന് ഓൽക്കറിയണം, എന്തിനു പോകുന്നു എന്നറിയണം. നേരം വൈകി വീട്ടിലേക്ക് വന്നാൽ അവർ നമ്മൾ എന്താ നേരം വൈകിയത് എന്ന് പറഞ്ഞ് ഒരു സ്വസ്ഥത ഇല്ലാത്ത ജീവിതമായി പോകും. രാത്രി നേരമൊക്കെ വൈകി വന്നാൽ നമ്മളെ സുബഹിൻ്റെ നേരത്തേക്ക് നല്ല ഉറക്കമുള്ള ടൈമാണല്ലോ, നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു ടൈമാണല്ലോ. ആ ടൈമിലൊക്കെ വിളിക്കാൻ തുടങ്ങും, ഇക്കാണീക്ക് ഇക്കാണീക്ക് എന്ന് പറഞ്ഞ്. അപ്പോഴൊക്കെ മനുഷ്യന് ദേഷ്യം പിടിക്കും. എന്താണ് ഇങ്ങനെ ഈ പെണ്ണെന്ന് വിചാരിച്ച്. അവൾക്ക് നിസ്കാരം ഓത്ത് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ ഉറക്കം ഇതൊന്നും അവൾക്ക് നോക്കണ്ട. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഓലെ കൊണ്ടുപോകണം, എന്താ കാര്യങ്ങൾ എല്ലാം കുത്തി കുത്തി അവർക്കറിയണം. ഞാൻ ആദ്യമേ പെണ്ണ് കാണാൻ പോകുമ്പോൾ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും വേണ്ട. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഞങ്ങളത്. അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്ത നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ മാത്രം മതി എന്നാണ് ഞാൻ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് മൂസിനെ കാണാൻ ഇടയായത്. അപ്പോൾ അവളുടെ സൗന്ദര്യമാണ് എന്നെ ആകർഷിച്ചത്. നല്ല സൗന്ദര്യമുള്ള കുട്ടിയൊക്കെയാണ് മൂസിന. എൻ്റെ ഉമ്മാക്കും അവളെ ഇഷ്ടപ്പെട്ടു, കൂടെ എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ വിചാരിച്ചു ആ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞാലൊക്കെ റെഡി ആക്കാമല്ലോ എന്ന്. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും മോൾക്ക് വേണ്ട. കൊണ്ടുവന്നാൽ പറയും, ഇക്ക എനിക്കിത് വേണ്ട, എനിക്ക് ഫുൾ സ്ലീവുള്ള ഗൗണ് മതി എന്നൊക്കെ പറയും. നല്ല ഡാൻസേ, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമല്ലേ, ഇങ്ങനെ ഒരു സ്വാലിഹായ ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമല്ലേ. ഓ പിന്നെ വല്ലാത്തൊരു ഭാഗ്യമായിപ്പോയി ഇത്. എടാ സമീറെ, നമുക്ക് കുറച്ച് ലൈഫേ ഉള്ളൂ ഇവിടെ. ആ ലൈഫിൽ കുറച്ചൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? നമ്മുടെ വൈഫിനാണെങ്കിൽ അതൊക്കെ കുറച്ച് ഇല്ലാത്ത കൂട്ടത്തിലാണ്. മോഡേൺ ആവാൻ പറഞ്ഞാൽ അവൾ പറയും അവൾക്ക് ഇങ്ങനെയൊക്കെ നടക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മോളുടെ തീരുമാനമെടുത്തോ, ഇങ്ങനെയൊന്നും എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് ഞാൻ ഓളെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് സമീർ. എടാ അൻസ, എന്താണ് ആ മൂസിനക്കുള്ള കുറ്റം? നീ പറയ്, എന്ത് കുറ്റമാണ് ആ കുട്ടിക്കുള്ളത്? സമീറെ, എനിക്ക് പറ്റിയ പെണ്ണല്ല മൂസിന. ഒരു എൻജോയ്മെൻറ്റോ കാര്യങ്ങളോ മോഡേണോ ഒന്നും ഇല്ലാത്ത സാധാ ഒരു പെൺകുട്ടി. ഞാനാണെങ്കിലോ ഫുൾ എൻജോയ്മെൻറ്റായി നടക്കുന്ന ഒരാളാണ്. എനിക്ക് പറ്റിയ ആളേ അല്ല മൂസിന. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ അവൾക്ക് നേരത്തിന് നിസ്കരിക്കണം, നേരത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇത് കൊണ്ടുപോയി നടക്കണം ഞാൻ. ഇതൊന്നും എനിക്ക് ചേരില്ലടാ സമീറെ. അനസേ, പൊന്മുട്ട ഇടുന്ന താറാവാണ് കേട്ടോ നിൻ്റെ പെണ്ണ്. അതിനെ കൈവിട്ട് കളഞ്ഞാൽ നാളെ നീ അതിന് വിഷമിക്കേണ്ടി വരും. എനിക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്ത പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ എന്തായാലും അവളെ ഒഴിവാക്കാൻ പോവുകയാണ്. ആ പാവം പെണ്ണിനെ ഒഴിവാക്കിയിട്ട് നിനക്ക് എന്താണ് ഡാൻസേ കിട്ടാനുള്ളത്? ഒരു പാവം കൂലിപ്പണിക്കാരനായ അവളുടെ ബാപ്പ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് വീണ്ടും അവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവളെ വീണ്ടും ആ പാവപ്പെട്ട ഉപ്പ നോക്കേണ്ടി വരില്ലേ? നീ എന്താ അതൊന്നും ചിന്തിക്കാതെ പറയുന്നത്? നമ്മളെ കൂടെ നമ്മളെ ആഗ്രഹങ്ങൾക്കൊന്നും സഹകരിക്കാത്ത ഒരു പെണ്ണിനെ കൂടെ കൊണ്ട് നടക്കണമെന്നാണോ നീ പറയുന്നത് സമീറെ? ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു സമീറിന്. ഞാൻ നിന്നോട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ. ഞാനാണെങ്കിൽ കൊണ്ടു നടക്കും അങ്ങനെയുള്ളൊരു പെണ്ണിനെ. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെപ്പോലെ, നിൻ്റെ ഭാര്യയെപ്പോലെ നല്ല സ്വാലിഹായ ഒരു പെൺകുട്ടിയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. എന്നാൽ സമീറേ, എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കില്ല കേട്ടോ. നീ ഓളെ പോലെ വീട്ടിൻ്റെ ഉള്ളിൽ ഓതി നിസ്കരിച്ച് ഇരിക്കേണ്ടി വരും. ഓരോ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അല്ല അൻസേ, എന്നിട്ടും നീ ആ പെണ്ണ് വീട്ടിലുണ്ടായിട്ടും നീ നിൻ്റെ പരിപാടികളും ഫംഗ്ഷനും കാര്യങ്ങളൊന്നും മുടക്കാറില്ലല്ലോ ഈ പെണ്ണ് കൂടെ ഉണ്ടായിട്ടും. അത് ഞാൻ പോവും, അതിൻ്റെ ഇഷ്ടങ്ങളല്ലേ. ഞാൻ അതിന് ഓളെ ഇഷ്ടം നോക്കുന്നത്. ഇതിൻ്റെ ഇഷ്ടങ്ങളിലൂടെ ഞാൻ നടക്കുകയാണ്. എനിക്ക് പല ഫ്രണ്ട്സുകളുണ്ട്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങാനും ഇരിക്കാനും എല്ലാത്തിനും ഞാൻ പോകും. അതെല്ലാം എൻ്റെ ഇഷ്ടങ്ങളാണ്. അതൊക്കെ ഓളോട് ചോദിച്ച് ചെയ്യാൻ ഞാൻ ആരാ ഓളുടെ? എന്തായാലും ഞാൻ മൂസിനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. എൻ്റെ റൂമിലേക്ക് നീ കയറരുതെന്ന് ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ അനസേ, മഹാപാപി, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒരു പെണ്ണിനെ? ഒരു പെണ്ണിൻ്റെ കണ്ണ് നമ്മൾ കലങ്ങാൻ ഇടവരുത്തരുതെന്ന് നീ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തരുന്നത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് സമീറെ? ഓരോരോ പഠിപ്പ് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്.
ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു സെമീറിന് ശരിക്കും. അനസേ, ഞാൻ എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പറയുക, നല്ലൊരു സുഹൃത്തായതുകൊണ്ട് നിൻ്റെ നല്ലൊരു ഭാവി എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്. എടാ, അവളെ നീ തിരിച്ച് നല്ല രീതിയിൽ സ്നേഹിക്കാൻ ഒന്ന് നോക്കണം. നല്ലൊരു ജീവിതം നീ കൊണ്ടുപോകാൻ നോക്ക്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഞാൻ. സെമീറെ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. നീ വേറെ എന്തെങ്കിലും പറയും. എടാ സെമീറെ, ഞാൻ ആ ഷാനീവനെ തന്നെ കെട്ടിയാലോ എന്ന് ആലോചിക്കുക. ഏത് നിൻ്റെ കൂട്ടത്തിലുള്ള ആ പെണ്ണ്? ആ പെണ്ണിന് എന്തെങ്കിലും ഒരു അച്ചടക്കം ഉണ്ടോ അനസേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് കണ്ടാ നീ ആ പെണ്ണിനെ കെട്ടാൻ നിൽക്കണത്? അനസേ, ഇവിടെ മാത്രമല്ല നമുക്ക് ലൈഫുള്ളത്. നമ്മൾ മരിച്ചു പോയാൽ അവിടെയും നമുക്കൊരു ലൈഫുണ്ട്. അവിടേക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഇവിടെ മാത്രം എൻജോയ് ചെയ്ത് ലൈഫ് നമ്മളിങ്ങനെ കളറാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവിടേക്കും വേണ്ട ലേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക. സെമീറെ, മതി, നിർത്തിക്കോ. ഇനി എനിക്ക് ഉപദേശങ്ങളൊന്നും വേണ്ട. വീട്ടിൽ ചെന്നിക്കാണെങ്കിൽ ഉപദേശം, ഇനി നിൻ്റെ വക ഉപദേശം അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ. നീ എന്തായാലും ഇനി പെണ്ണ് തിരഞ്ഞ് നടക്കല്ലേ. നല്ലൊരു എൻജോയ്മെൻ്റൊക്കെ ഉള്ള പെണ്ണിനെ തന്നെ നോക്കിക്കോട്ടോ. അല്ലാതെ വെറുതെ ദീനി മാത്രമുള്ള പെണ്ണിനെ എടുക്കാൻ നിൽക്കണ്ട. നീ അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട അനസേ. എനിക്കറിയാം എങ്ങനെയുള്ള പെണ്ണിനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. നമ്മൾ ഈ ലോകത്തും പരലോകത്തും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ എടുക്കാനാണ് എൻ്റെ തീരുമാനം എന്തായാലും. അനസേ, ഇതെന്ന് വെച്ചാൽ കുട്ടിക്കളിയല്ല കേട്ടോ. ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ കല്യാണം എന്നുള്ളത്. ഇത് ഡ്രസ്സൊന്നുമല്ല തോന്നുമ്പോൾ മാറ്റി മാറ്റി എടുക്കാൻ. ഇത് നമ്മുടെ ജീവിതമാണ്. അത് നീ ഓർക്കണം. എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളെ വെറുതെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുക, അവരെ പറ്റി ഇല്ലാത്തൊക്കെ പറയുക, ഇതൊക്കെ വളരെ മോശമാണ്. ഇതൊക്കെ പഠിച്ചവൻ കാണുന്നുണ്ട് കേട്ടോ അനസേ. ഞാൻ നിന്നെ നല്ലൊരു സഹോദരനായി കണ്ടുകൊണ്ട് പറയാണ്. ഞാൻ നിൻ്റെ പണമോ സ്വത്തോ കണ്ടിട്ടല്ല നിൻ്റെ കൂടെ നടക്കുന്നത്. അത് നിനക്കിട്ട് വേണ്ടതാനും നിൻ്റെ ഒരു സ്വത്തോ പണമോ ഒന്നും. ഞാൻ നിൻ്റെ ഭാവി നല്ല രീതിയിൽ സുരക്ഷിതമായിരിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് എന്നോട് പറയാണ്. നീ മൂസിനെ തിരികെ വിളിക്കണം. അവളുമായിട്ട് നല്ലൊരു ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകണം. എന്ത്, അവളെ തിരികെ വിളിക്കാനോ? അവളുടെ ഒപ്പം അവളെ കൊണ്ടുപോയിട്ടുണ്ടാവും. നീ മുണ്ടാതെ നിൽക്ക് സെമീറെ. അനസേ, അത് ചെയ്യരുത്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു കുറ്റവും ചെയ്യാത്ത മൂസിനെ അവളുടെ വീട്ടിലേക്ക് അയക്കരുത്. അത് നീ ചെയ്യുന്ന ഏറ്റവും മഹാപാപമാണ്. ഇനി നോക്കിക്കടാ സെമീറെ, ഇനി എൻ്റെ ജീവിതം ഫുൾ കളറാവാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഫുൾ ഫ്രീഡായിട്ട് തന്നെ നടക്കാൻ പോവുകയാണ്. ഇത്രയും ഈമാനോട് കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി കൂടെയുള്ളപ്പോൾ നമ്മുടെ എല്ലാ ബർക്കത്തും നമ്മൾക്ക് കൂടി കൂടി വരികയുള്ളൂ. അതല്ല, അവളെ നീ അവളുടെ വഴിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒഴിവാക്കുകയാണെങ്കിൽ നോക്കിക്കോ അനസേ, നിൻ്റെ എല്ലാ ബർക്കത്തും ഇതോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് ഒരു സഹോദരനെ പോലെ കണ്ട് ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. നിൻ്റെ ജീവിതത്തിലേക്ക് മൂസിനെ തിരികെ വിളിക്കണം. നീ ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ഒരു പെണ്ണിനെ ഒഴിവാക്കുന്ന നിൻ്റെ മനസ്സിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നോട് അല്ലാത്തൊരു അറപ്പും വെറുപ്പും തോന്നുകയാണ്. നീ ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ പറയുന്നില്ല. അതാ പെട്ടെന്ന് സെമീർ അവൻ്റെ ബൈക്കും എടുത്ത് സ്പീഡിൽ പോകുന്നു. ഇവനെന്താ ഈ പറയുന്നത്? അല്ലെങ്കിൽ സെമീറിന് എന്തറിയാം എൻ്റെ ജീവിതത്തിനെക്കുറിച്ച്? അവനാരാ എന്നെ പഠിപ്പിക്കാൻ? എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പറയാനൊക്കെ അവൻ എന്തിനാണ് വരുന്നത്? നീ പോകും സെമീറെ. അങ്ങനെ അനസും അവൻ്റെ വണ്ടിയെടുത്തു വേഗം പോയിട്ടുണ്ടോ ആവോ? മൂസിന അവളുടെ വാപ്പയോട് വരാനൊക്കെ പറഞ്ഞിരുന്നു. ഞാനവിടെ എത്തുമ്പോഴത്തേന് പോയാൽ മതിയായിരുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.